എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസ്. ഞാൻ പിസ്റ്റൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. ആന ശരി, ആന. PC ജോർജിന്റെ ഒരു റിലാക്സിംഗ് മന്ത്ര എന്നാണ്. എല്ലാ ഞായറാഴ്ചയും അരുവിത്ര പുറനാപ്പള്ളിക്ക് ഞാനിവിടുന്ന് കാർ ഓടിച്ചുകൊണ്ടെന്ന് ചെല്ലുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഒരു ലോറിക്കാരൻ നേരെ കയറി വരിക, ഇത് ചെറിയ വണ്ടി മാറ്റിക്കോണമെന്ന്. ഞാൻ ഇച്ചിരി ചേർത്തങ്ങ് നിർത്തി കൊടുത്തു. അവൻ്റെ കഴുപ്പ് തീർന്നു. ഏറ്റവും നല്ല നടൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മോഹൻലാലാണ്. ഇരുത്തം വന്ന ഒരു നടൻ മമ്മൂട്ടിയാണ്, സംശയമില്ല. അതായത് ഇത് ഇലഞ്ഞി എന്താണെന്നറിയാമോ? ഇവിടെ ആളുകൾ വന്നിരുമ്പോൾ ഇരിക്കുന്നു, ആൾക്കാർ രാവിലെ വരികയല്ലേ. ഈ ഇലഞ്ഞിയുടെ ഇത് O3 ഓക്സിജൻ അല്ല, O3 2 കൂടുതൽ. അതെ, അത് ശരി. O3 എന്ന് പറയും. ഓക്കെ. H2O ആണല്ലോ, ഇത് O3 ആണല്ലോ. ഈ ഇതെല്ലാം ഈ ചെടി ഇതെല്ലാം കാണുന്നത് ഉഷയുടെ വക, എൻ്റെ വകയല്ല. അവിടെ സാറിന് സമയം അവിടെ ഇടപാടാണ്. ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല. പേര, കവുങ്ങ്, ജാതി, ഊതുമരം കണ്ടിട്ടുണ്ടോ? ഇതാണ് ഊത്. സാറൊരു കൊച്ചു കോടീശ്വരനാണ്. അതേ ഊതുമരം ഉള്ളവരെല്ലാം കോടീശ്വരൻ. എനിക്ക് എനിക്ക് വിരോധമൊന്നുമില്ല. അല്ല, ഊതുമരം ഞാൻ കാണാൻ മനുഷ്യന് വരുമ്പോൾ പഠിക്കാൻ വേണ്ടി നിർത്തി. ഈ തേക്കൊക്കെ വെട്ടി വെക്കത്തില്ലേ? ഇത് വിൽക്കേണ്ടതാണ്. തേക്കാണ് നിൽക്കട്ടെ, പിള്ളേരുടെ ആവശ്യം. എനിക്ക് തേക്ക് വിറ്റ് ഇപ്പൊ തൽക്കാലം ആ കാശ് ആവശ്യമില്ലല്ലോ. ഈ മാവ് കായ്ക്കുന്നതാണോ? മാവ് കായ്ക്കുന്നതാണ്. പക്ഷെ കാ കുറവാന്നൊരു പരാതി എനിക്കുണ്ട് ഈ മാവിനെ പറ്റി. പിന്നെ അതായത് എൻ്റെ ഫ്രണ്ട് വാതിൽ, അത് കയറാനും ഇറങ്ങാൻ ഇത് കംപ്ലീറ്റ് ക്ലോസ് ആയിരിക്കും, നടന്നു പോകാൻ വേണ്ടി മാത്രം. ഓക്കെ. പിന്നെ ഇത് ജാതി മരമാണ്, ഇതറിയാമോ? ജാതി. പിന്നെ വേറൊരു സാധനം കാണിച്ചു. ഇത് ഈ പൂ നിൽക്കുന്നതുണ്ടോ? ഇല്ല. ഇതിന്റെ മുറുകൂട്ടി എന്ന് പറയും. എന്നാ മുറുകൂട്ടി, വലിയ മുറിവുണ്ടായാലും ഇതിന്റെ ഒരു തണ്ടടിച്ചിട്ട് വെച്ചിട്ട് വെച്ചാൽ മുറികൂടി പോകും. ഒരു കുത്തിക്കെട്ടും വേണ്ട, 2 എണ്ണം തരാം. ഇത് പറഞ്ഞു, ഇതെന്നാന്നറിയാമോ? ഇത് അതിനെ കാഞ്ച് ചെയ്യുമ്പം അത് തിന്നിട്ട് പഞ്ചസാര എടുത്ത് തിന്നാലും കല്ല് പൊറിക്കും. ചക്കരക്കൊല്ലി എന്ന് പറയും. അത് ശരി, ചക്കരക്കൊല്ലി. ഇത് ഓറഞ്ചാണ്. ഇതങ്ങനെ കാണാത്ത സാധനമാണല്ലോ. ഇത് വലുതായല്ലോ. ഇതല്ലേ നിറച്ച് കായല്ലേ? ഇതെല്ലാം ഓറഞ്ച് കായ. വലിയ ഓറഞ്ച്. അത് ഞാറക്കല്ലേ? ഏതാ? മറ്റേ അപ്പുറത്തേക്കുന്ന പേരയാണോ? ആണോ? അതിന്റെ ഇപ്പുറത്തേക്കണേ? അതിന്റെ അപ്പുറത്തേക്കുന്ന അത് അതിന്റെ പേര് മറ്റേ നാക്കല് നീല കളർ വരുന്ന ഞങ്ങളവിടെ ഞാറക്കാന്ന് പറയും. അതെ, അത് തന്നെ. അതായത് എല്ലാം ഉണ്ടെന്ന് ഇവിടെ. കാരണം എല്ലാ സാധനവും ഇവിടെ വേണം. കുറെ ഏക്കറുണ്ട് സാർ? ഇത് കൃത്യം 1 ഏക്കറാ. 1 ഏക്കർ. 1 ഏക്കർ 5-6 സെന്റ് കുറയേ ഉള്ളൂ, കൂടുതല. ഇത് അവക്കാടാന്ന് പറഞ്ഞ സാധനം അപ്പുറം നിൽക്കുന്നത്. അവക്കാട ചെറുതല്ലേ? അപ്പറേ. ഇത് ഏലമാണോ? ഏലമല്ല, ഇത് ചുമ്മാ തണലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണ. ഇതെല്ലാം സാറിനുള്ളതാണോ? ഇതല്ലാതെ ഇത് പട്ടിക്ക് സൊള്ളാൻ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്. അത് ശരി. അവിടെ ലാബ് ഉണ്ടല്ലോ. ഇത് പട്ടിയുണ്ട്. പട്ടി സാർ വിളിച്ച വിളിയേക്കോ? പിന്നെ ബ്രിട്ടോ അരിയപ്പെട്ട് കിടക്കാണ്, ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് കിടക്കുവായിരുന്നു. അതെ. പിന്നെ ഇത് ഇഞ്ചിയായി വെച്ചിരിക്കും മുഴുവൻ. ഇത് കണ്ടോ? ഗ്രോ ബാഗിൽ പഞ്ചായത്ത് വന്നതാണോ? അല്ലല്ലോ, നമ്മളെ ഉണ്ടാക്കുന്നത് ഉഷയുടെ വാടകയുണ്ട്. ഇവിടെ ഇഞ്ചിയാ. നല്ല കൃഷിക്കാരിയാണ്. ഉഷ എല്ലാത്തിനും കൂടും. ഈ ഊഞ്ഞാല് സാർ റിലാക്സ് ചെയ്യാൻ വേണ്ടി ചുമ്മാ പുറത്തുനിന്ന് ഞാൻ പിള്ളേർക്ക്, ഞാനും കയറാറില്ല, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള. ഇതിനകത്തുള്ള പ്രത്യേക ഇതെല്ലാം ഇതുപോലുള്ള സാധനങ്ങളാണ് കണ്ടിരിക്കുന്നത്. റംബൂട്ടാൻ, പേര എല്ലാം ഉണ്ട്. സിനിമയിലൊക്കെ പറയുന്ന പോലെ ഈ MLA ആവുന്ന പണി അത്ര എളുപ്പമുള്ളൊരു പണിയാണോ? അതായത് ജയിക്കുന്നതിന് മുന്നേ ഞങ്ങളോട് വരും, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാറിനകത്തിരുന്ന് ഹായ് ബൈ എന്ന് പറയുന്ന ഒരു സമയം. അത് ഇപ്പോഴും ഉണ്ടോ? അതോ പണ്ട് കാലത്താണോ? അതോ ഈ MLA ആയിട്ട് ജയിച്ചു പോകുന്ന സുഖമുള്ള പരിപാടിയാണോ? ഇപ്പോഴും ഉണ്ട്. അത് എനിക്ക് അവരോടൊക്കെ പുച്ഛമാണ്. ഞാനങ്ങനല്ല. ഞാൻ ജയിച്ച് അന്നേരം മുതൽ ഫീൽഡുള്ളവരാ. പിന്നെ
ഓരോ സ്ഥലങ്ങളിൽ പോവുകയും ഓരോരുത്തരെ കാണുകയും പഴയ കാരണവന്മാരെ പോയി കാണുകയും നിവേദനം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് പോയി നിവേദനം നടത്തുകയും മന്ത്രിമാരെ കാണുകയും ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയും റോഡുണ്ടാക്കുകയും കലുങ്കുണ്ടാക്കുകയും പാലം ഉണ്ടാക്കുകയും പള്ളിക്കൂടം ഉണ്ടാക്കുകയും ഇതൊക്കെ ഒരു എം എൽ എയുടെ ജോലിയാണ്. ഇതൊന്നും എൻ്റെ ജോലിയില്ലെന്ന് വേണേൽ പോയി കുത്തിയിരിക്കാം, സൂചിച്ച് 5 കൊല്ലം കാശ് മുടക്കി പിന്നെയും ജയിക്കാനും അതാ രസം. ഈ ജനം നന്നാകാതെ ഈ എം എൽ എമാർ നന്നാകാല. കണ്ടിട്ടില്ലാത്ത എം എൽ എമാർ പിന്നെ 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അവൻ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന പുളന്തൻ പൗരനെ പറ്റി എന്നാ മറുപടി പറയണ്ട? എന്നെ കൊണ്ട് മറുപടി കേൾക്കട്ടെ. അവനല്ലേ പൂക്കൃത്തം കാണിക്കുന്നത്? 5 കൊല്ലം ഒരുത്തരെ കാണാൻ അവൻ വോട്ട് ചെയ്യാൻ നടക്കുക, നാണം കെട്ട പൗരൻ. ആ പൗരൻ്റെ അടി വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെയുള്ള പൗരന്മാരോട് എനിക്ക് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് പറയുന്നത്, ഞാൻ അങ്ങനെ കിടക്കാറില്ല. എൻ്റെ ജോലി ഞാൻ ചെയ്യും, നിർബന്ധമാണ്. അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഈ സാർ പറഞ്ഞ ഫീൽഡിലാണെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പറഞ്ഞ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നു. മറുവശത്ത് സാറിൻ്റെ ഒരു കുടുംബജീവിതം എന്നൊരു സാധനമുണ്ട്. സാർ ഇപ്പോൾ ഒരു വേദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം വീട്ടിലെ ആവശ്യങ്ങൾക്ക് കോൾ വരാറുണ്ടോ? അല്ലെങ്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം? എന്നെ ഒരു തരത്തിലും വീട്ടിൽ നിന്ന് ഉപദ്രവിക്കാറില്ല. വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ പക്ഷെ വിളിച്ചാൽ ഇന്നാന്ന് പറയുമ്പോൾ അല്ലാതെ ഞാൻ ഇപ്പം മീറ്റിംഗ് സ്ഥലത്താന്ന് പറഞ്ഞാൽ അന്നേരം പിന്നെ കട്ട് ചെയ്യണം, എന്നാ ചെല്ലിച്ച്. കാരണം ഞാൻ എം എൽ എ ആയിട്ടാണ് അവളെ കെട്ടിയത്. ഞാൻ എം എൽ എ ആണെന്ന്, എം എൽ എക്ക് എൻ്റെ ജോലി ഉണ്ടെന്ന്. അതാ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഏന്തിയാറില്ല. നേരത്തെ ഫിക്സ് ചെയ്ത പ്രോഗ്രാമാണ്. ഞാൻ പോയി പിറ്റേ ദിവസം ഞാൻ വിഷയം കൊണ്ടാ പോയെ. ഒരു ഫിയറ്റ് കാർ ഓടിച്ച് ഞാൻ അവളെ കൊണ്ട് ഏന്തിയാരിച്ചു. എല്ലാവരും ഞാൻ മര്യാദ കണ്ടിരിക്കുക. ഞാൻ കൃത്യം സ്റ്റേജിൽ ചെന്ന് കയറി. ഞാൻ ഭാര്യ വണ്ടിക്കകത്ത് ഇപ്പോഴെന്ന് പറഞ്ഞു. എനിക്കതിനകത്ത് ഒരു വ്യത്യാസം ഞാൻ ചെയ്യാറില്ല. ഈ കല്യാണം എന്നുള്ള സമ്പ്രദായത്തെ പറ്റി സാറിൻ്റെ അഭിപ്രായം നല്ല പരിപാടിയാണോ? കുടുംബജീവിതവും ഭാരത സംസ്കാരവും അനുസരിച്ച് കല്യാണം ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ ലീവിങ് ടുഗദറായിട്ട് നടന്നാൽ ഒരു ആത്മാർത്ഥത കാണില്ല. പെണ്ണും ചെറുക്കനും ആണിനും പുരുഷനും സ്ത്രീക്ക് അവരുടെ കാമസംതൃപ്തി എന്നുള്ളതല്ലാതെ സ്നേഹമില്ലാത്ത കാമസംതൃപ്തി നടക്കും. ഒരിക്കലും പാടില്ലത്. യാതൊരു സംശയമില്ല. മാരേജാണ് നല്ലത്. ആ മാരേജ് എൻ്റെ ഞാൻ പറയും, എനിക്കിപ്പം എവിടെ പോകാൻ എനിക്കൊരു പേടിയില്ല. എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അവൾ നോക്കിക്കോളും. ആ ധൈര്യം എനിക്ക്. അതല്ലാതെ അവിടെ ശരീരം മാത്രം ആഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്കത് കിട്ടുമോ? ഒരിക്കലും. ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ ഈ പോക്ക വലിയ അപകടമാണ്. ആ കുഞ്ഞുങ്ങളോട് എനിക്ക് ഉപദേശം കൊടുക്കാനുള്ളത്, നിങ്ങളിത് ചെയ്യരുത്. കാമത്തിന് അപ്പുറത്തായ സ്നേഹം, ആ സ്നേഹവും കരുതലും വേണം. നല്ല മനസ്സിനിണങ്ങ പെണ്ണിനെ വേണം കെട്ടാൻ. അല്ല അപ്പൻ പറഞ്ഞൊന്നും കെട്ടാൻ പാടില്ല. അപ്പോൾ പ്രണയം നല്ലതാണോ മോശമാണോ? പ്രണയം നല്ലതാണ്. അതിനെന്നെ കുഴപ്പം? നല്ലവണ്ണം പ്രണയിക്കണം. മറ്റപ്പണിക്ക് ഉള്ള പ്രണയമല്ല, നല്ല പ്രണയം. വിവാഹം ചെയ്യുക എന്ന ആഗ്രഹത്തോട് പ്രണയിക്കുക, അത് കൊള്ളാം. സാറിൻ്റെ പ്രണയം എങ്ങനെയായിരുന്നു? ഞാൻ കല്യാണം കഴിക്കാൻ എന്നുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ടാണ്. അല്ല, ഞാൻ പ്രണയിക്കാനൊന്നും പോകാം. പ്രണയിക്കാൻ അല്ല, ഈ തീപ്പെട്ടിയും മണ്ണെണ്ണയായിട്ട് നിൽക്കുന്ന സമയത്തിൻ്റെ ഇടയിൽ എവിടെ പ്രേമിക്കാൻ സമയം? അത് അങ്ങനെയില്ല. അതിലെ എൻ്റെ പ്രത്യേകത. ഞാൻ നിയമസഭ പോകും. നിയമസഭ വെള്ളിയാഴ്ച നിയമസഭ ഒരു 11-10 കഴിയുമ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ചാടും. നേരെ വരെ എടപ്പാടി വന്ന് ഉഷയുടെ അടുത്തിരിക്കും. അവളായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. ചുമ്മാ വർത്താനം ഇരിപ്പല്ലേ, വേറെ പടിയൊന്നും ഇല്ലല്ലോ. ഞായച്ച വൈകുന്നേരം നമുക്ക് കൃത്യം ഞാൻ ഇവിടെ വരും. ആ വൈകുന്നേരം ജനം വരുമെന്ന് എനിക്കറിയാം. ഞാനിങ്ങോട്ട് പോരും. എന്തോ പറയുന്നത്? അതന്നെ എനിക്ക് വരത്തില്ല. എനിക്കിപ്പോൾ ഓർത്തിട്ട് ചിരി വരുന്നുണ്ട്. എന്നാ പറയുന്നത്? ചുമ്മാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വേറെ ഫോണിൽ നീ പറ. അങ്ങനെയൊന്നല്ല. ഇത് ഞങ്ങൾ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ വന്ന് കല്യാണം കഴിച്ചത് ഞാൻ. അത് തന്നെ കേട്ടോ. അതിന് മുമ്പ് ഒരു പ്രേമം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ വൺ വേ ആയിരുന്നു. എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസ് വൺ വേ ആയിരുന്നു. അതായത് ഒരു ഉഷാർന്ന് പറഞ്ഞ പെണ്ണുമായിട്ട് ഈ സ്നേഹം എൻ്റെ മനസ്സിലാണ്. പക്ഷേ അവളെ അരിതൃകൂടെ പഠിക്കുക. അന്ന് കോളേജ് പഠിക്കുമ്പോഴാണ്. ഞാനൊന്ന് മഹാഗുണ്ടാത്തലവനാണ്. പിള്ളേർ എന്നെ നേരെ പെണ്ണുങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ കൂട്ടും. അതുകൊണ്ട് തെറിയും വഴക്കോട്ട് കിടക്കുന്ന കാലമാണ്. ഈ കൊച്ചു മാത്രമേ എന്നെ ഭയമില്ല, ആരെയും ഭയമില്ല. അവളെ ഒറ്റയ്ക്ക് അവളെ നടന്ന് തലമുടി നിലത്ത് മുട്ടുമായിരുന്നു. അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കൊച്ചിന്. പക്ഷേ അവളോടൊന്ന് മിണ്ടാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലെന്നുള്ള രസം. അവൾക്കറിയാം ഞാനിങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൾ അത് കഴിഞ്ഞ് കുറങ്ങാട് കോളേജ് പഠിക്കാൻ പോയി. ഞാൻ എറണാകുളത്ത്. ആ ഒരു വിവരം അറിഞ്ഞപ്പോഴേക്കും ഗുണ്ടയുടെ ചോരത്തലപ്പെല്ലാം പോയി. അത് കഴിഞ്ഞ് അവള് കൊല്ലങ്ങാട് പോയി ഒരു 100 എഴുത്ത് അയച്ചു. ആ എഴുത്ത് അവള് കണ്ടോ, പ്രിൻസിപ്പൽ പിടിച്ചോ ഒന്നും എനിക്കറിയത്തില്ല. അവള് മറുപടി ഒന്നും എനിക്ക് അയച്ചിട്ടില്ല. എന്നിട്ട് കേട്ടോ, അത് കഴിഞ്ഞ് അവിടെ വീട്ടുകാർക്ക് അറിയാമെന്ന് എനിക്കറിയാം. അവിടെ ഒരു കസിൻ ഉണ്ടായിരുന്നു, എൻ്റെ ഏറ്റവും ഒരു സുഹൃത്തായിരുന്നു. അവനും അറിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവള്
പഠിത്തമൊക്കെ കഴിഞ്ഞ് അധ്യാപികയായി പാലക്കാട്ടായിരുന്നു അവൾ മരിച്ചുപോയി. അയ്യോ. ഞാൻ അത് കഴിഞ്ഞ് അവളെ കണ്ടിട്ടുണ്ട്. അവളെ കല്യാണം കഴിഞ്ഞ് അവൾ കൊച്ചുമായിട്ട് നിൽക്കുമ്പോൾ ഭയങ്കരയാണ്. അവൾക്കറിയാലോ ഇവരൊക്കെ. ഭർത്താവ് ഞാൻ ഇവിടെ പൂഞ്ഞാറിലൊരു കല്യാണത്തിൽ ചെന്നപ്പം ഇവളുമുണ്ട്, ഇവിടെ ഭർത്താവും ഉണ്ട്, കൊച്ചുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കിന് ഞാൻ MLA ആണല്ലോ, എന്നെ മോളെ എന്ന് ഞാൻ അറിയാത്തവർ സംസാരിച്ചോണ്ടേ അവള് ഇത് PC പറയും. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്കറിയാമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. കൊച്ചിനെ പരിപ്പടി വലിയ സ്നേഹം പറഞ്ഞു. അങ്ങനെ പക്ഷെ അവളൊരു നല്ല സ്ത്രീയായിരുന്നു. നല്ല സ്ത്രീ, പരിശുദ്ധിയായ ഒരു. ഇത് ചേച്ചി കണ്ട അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് വിളിച്ചു വെച്ചോളൂ ഒന്നുമില്ല. അപ്പം അതുകൊണ്ടാണോ മോന്റെ പ്രണയത്തിന് സപ്പോർട്ട് ചെയ്തത്? അതുകൊണ്ട് തന്നെയല്ല, ഒരു പരസ്പരം വിവാഹിതരാകണമെന്ന് ആഗ്രഹിച്ച് സ്നേഹിക്കുന്ന രണ്ട് ഹൃദയങ്ങളെ വേദർപ്പെടുത്തിട്ട് എനിക്ക് തന്നെ കിട്ടാണ് എൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഞാനിവിടെ ഇനി ഒരു 2-3 ദിവസം കൂടി ഇവിടെ കാണാം. ഇവിടെ കല്യാണ നടത്തം കാണിച്ചു തരാം. മനസ്സിലായില്ലേ? ഒരു 1000 കല്യാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. കല്യാണത്തിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ സാക്ഷി നിന്നിട്ടുണ്ട്. കാരണം നമ്മളെ സഹായിക്കും, അതിന് മര്യാദ അതാണ്. നമ്മളെന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇത്ര ഈ തിരക്ക് പിടിച്ച് ഈ പറഞ്ഞ കണക്ക് പിന്നെ 100 പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു, വീട് നോക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഇതിൻ്റെ ഇടയിൽ PC ജോർജിന്റെ ഒരു റിലാക്സിങ് മന്ത്ര എന്നാണ്. PC ജോർജ് എങ്ങനെയാ റിലാക്സ് ചെയ്യുന്നത്? എനിക്ക് ഇപ്പൊ റിലാക്സ് ചെയ്യാം. അതിപ്പോഴല്ലേ? അല്ല, ഇപ്പൊ 7 തവണ MLA നമ്മളെ ഇങ്ങനെ വർത്താനം, അതൊരു എനിക്ക് ഞാൻ റിലാക്സ് ചെയ്തിരിക്കുക. അതിന് സമയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റിലാക്സ് ചെയ്തിരിക്കും ഇപ്പോഴും. അതിപ്പോഴും ഞാൻ അപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ റിലാക്സ് ചെയ്യില്ലേ? റിലാക്സ് ആവും സൗഹൃദങ്ങൾക്കിടയിൽ. പിന്നെ സംശയം ഞാൻ പിന്നെ ആകെ ഞാൻ ചെയ്യുന്നതിന് എനിക്കൊരു ഏകാഗ്രത കൊടുക്കുന്നേ. ഇപ്പം MLA പണി പോയതിന് ശേഷം കേട്ടോ, എല്ലാ ഞായറാഴ്ചയും അരുവിത്ര ഫൊറോന പള്ളി പോകും. ഞായറാഴ്ച ദിവസം പള്ളി കുർബാന പൂർണ്ണമായിട്ട് സഹകരിച്ച് ചെയ്യും. എത്ര വർഷമായിട്ട്? അത് ഈ 3 വർഷമായല്ലോ. അത് വേറെ ഉദാഹരണത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നത് വേറെ അച്ഛൻ എനിക്ക് പ്രത്യേക ഒരു കസേര ഇട്ട് തന്നിട്ടുണ്ട് ആൾക്കാരോട് ചേർന്ന്. അവിടെ നിന്ന് കുർബാന കാണും, കുർബാന ആയിക്കൊള്ളും, ഇങ്ങോട്ട് പോരും. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം PC ജോർജ് സാറ് കുമ്പസാരിക്കുവാണെങ്കിൽ എത്ര പേജുള്ള ബുക്ക് കാണും? ഒരു പേജ് പേര് പോലും അത്ര ഉള്ളത്. ഞാൻ പേപ്പർ പോലെയാണ് എൻ്റെ ഹൃദയം. പിന്നെ ഒരു തെറ്റും ഞാൻ പഠിക്കാണ്ട് നീറ് പറയുള്ളൂ. എൻ്റെ തെറ്റ് സാറ് മനസ്സിലൊന്നും നോക്കിയതല്ല, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് വരാതെ ഒരു മടി വിചാരിക്കാൻ. പിന്നെ സാർ ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടെങ്കിൽ പിന്നെ എന്താണ്, നായകനെ തടഞ്ഞു വെക്കുമ്പോൾ രക്ഷപ്പെടുത്താൻ വരുന്ന നായകന്റെ സുഹൃത്തിന്റെ ഒരു ഇതുണ്ട്. അത് നീ ഒന്നിങ്ങോട്ട് വാടാ ഞങ്ങോട്ട് പോ എന്ന് പറയുന്ന ഒരു. അതൊക്കെ ചെയ്യും. എൻ്റെ കൂടത്തുള്ളവരത്തോളം ഞാൻ സമ്മതിക്കാം. അത് വളരെ സ്ട്രിക്റ്റാ. ഇപ്പം സാറിനെക്കാട്ടിലും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാണെങ്കിലും PC ജോർജ് ഇത്തിരി ഒരു ഔട്ട് സ്പോക്കൺ ആണ്. ആ ഒരു ഭയം സീനിയർ ആയിട്ടുള്ള ആൾക്കാർ വെച്ച് അങ്ങനെ ആയിരിക്കണം. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറയാൻ പഠിക്കേണ്ട കാര്യമില്ലെന്നേ. എല്ലാവരും അതായത് ഈ അനുശോചന സമ്മേളനം മാതിരി നീ എവിടെ പോയി, നീ ഇവിടെ പോയി, അങ്ങനെ ചോദിക്കണ. നീ എവിടെ പോയി ഞാനത് ചോദിക്കും. അത് നേതാവാണ് എങ്ങനെ ഈ ഇരുത്തി മൂളി ഒക്കെ സംസാരിക്കുന്ന കുറെ പഴഞ്ചൻ യൂട്ടോപ്യൻ തീറിയും കൊണ്ട് നടക്കുന്നതാണ്. ഞാൻ അതിനോടൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്ക് ഇഷ്ടമല്ല. സിനിമ ഒക്കെ കാണാറുണ്ടോ? സിനിമ കാണാറില്ല മോനെ, എൻ്റെ പൊന്നു. പക്ഷെ അഭിനയിക്കാറുണ്ട് കേട്ടോ. അത് എന്നാന്ന് വെച്ചാൽ ചുമ്മാ പിള്ളേ ഈ വാഗമണ് പോയി. അപ്പോൾ വാഗമണ് നമ്മൾ പൂഞ്ഞാറാ, അവിടെ ചെയ്യുമ്പോൾ എപ്പോഴും സിനിമാക്കാരാണ് അവിടെ മുഴുവൻ. ഇവന്മാർ ഒരു ഷോട്ട് ഞാൻ കൊടുത്ത് ഇരിക്കുന്ന കേട്ടോ, അങ്ങനെ വരുന്നതാണ്. അല്ല, ഇത് നമ്മൾ സ്റ്റേജിൽ കയറി 4 വാക്ക് പറയുന്നതും ക്യാമറയുടെ മുമ്പിൽ ഈ എക്സ്പ്രഷനിൽ ഈ സാധനം അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതെവിടെ നിന്നായിരുന്നു? എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ഇപ്പം അവനെ അഭിനയിച്ച് കാണിച്ചു ഒരു കുഴപ്പമില്ല. അത് വലിയ ഒരു തമാശ പറയാം. ഈ ഒരു സിനിമയിൽ പൂർണ്ണമായിട്ടുണ്ട് എന്നെ കേൾക്കാറുണ്ട്. അതിപ്പം എൻ്റെ പ്രൊഡ്യൂസറെല്ലാം കൂടെ ഇവിടെ വന്നു. ഇത് സിനിമ എടുത്ത് കഴിഞ്ഞ് ഇനി അത് ഇത് പിടിക്കുക എന്നാ റെക്കോർഡ് ചെയ്യാൻ ശബ്ദം. അപ്പം ഡബിങ്. അപ്പം ഈ പടം ഇങ്ങനെ ഓടിക്കുമ്പം അതനുസരിച്ച് നമ്മൾ പറയണം. മനസ്സിലായോ? ഞാൻ എറണാകുളം വരാം. എറണാകുളത്ത് വെച്ചാൽ ഒരു 2 ദിവസം വേണ്ടി വരും. നാളെ വരാം. നാളെ കഴിഞ്ഞ് ഞങ്ങൾ മുറി എല്ലാ ഹോട്ടലിൽ ബുക്ക് ചെയ്യാം. ഞാൻ ഹോട്ടലിൽ മുറി വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴും ഇവന്മാരെല്ലാം കൂടെ പറഞ്ഞു ഒരു നാളെ കൂടെ വേണ്ടി വരും സാർ, ഒരു വർഷം കൊണ്ട് തീരുകയാണ്, നോക്കാം അവിടെ.
ഞാൻ ഇപ്പം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ പറയുക, എനിക്ക് ചിരി വന്നു. ഞാൻ കയറി ഒരു 1.5 മണിക്കൂർ പണി നിർത്തിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. അവൻ അന്തിച്ച് നിൽക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ നടന്മാരാണ് അപ്പോൾ 2 ദിവസം മിനിമം വരും എന്ന് പറഞ്ഞത്. ഇത് 1.5-2 മണിക്കൂർ പണി നിർത്തി ഞാൻ പണിക്ക് പോകും. ഇതൊക്കെ ചുമ്മാ അഭിനയമല്ലേ. ഹോൾസെയിലായിട്ട് കുറെ സാധനം കയ്യിലുണ്ട്. ഹോൾസെയിലായിട്ട് കുറെ സാധനം കയ്യിലുണ്ട്. ആയുധങ്ങളോടുള്ളൊരു പ്രണയം നമ്മൾ കാണിച്ചു തരും കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാള്, വടിവാള്, വടികുത്തി നടക്കുന്ന സാധനം, തോക്ക്, ബാരൽ, ഗണ്ണൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. അപ്പം ഇതിനോട് ഇപ്പം ഒരു സാധാരണ അങ്ങനെ MLA-മാരൊന്നും അവരുടെ ഷോക്കേസ് ഈ സാധനങ്ങളൊന്നും വെക്കാറില്ല. എനിക്ക് ഒളിച്ച് ജീവിതമില്ലല്ലോ. വളരെ ഇപ്പം ഉദാഹരണം പറയാം. ഞാൻ പിസ്റ്റൾ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇത് പിസ്റ്റൾ എപ്പോഴും കൈ കാണും. ഇതല്ലേ നല്ല വെയിറ്റ് ഉണ്ട്. ഭയങ്കര വെയിറ്റാ. അതേ ഭയങ്കര വെയിറ്റാ അതിന്. ചെക്കോസ്ലോവാക്യന്നുണ്ടോ? ആ, പഴയ സാധനം. ഭയങ്കര. ഇത് വെച്ച് എങ്ങനെ പെരുമാറും? ഇത് ഇച്ചിപോലെ ചെറുതല്ലേ ഉള്ളൂ. അത് മതി. ആന ശരി, ആന ആണോ? അതായത് ഇത് ലോക്കഡ് ആയോണ്ടാ കൈ തന്നത്, അല്ലെ ഞാൻ തരികയില്ല. ഇത് ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു കേട്ട് കൊടുത്തത്. അതായത് ഇത് കണ്ടോ, ഇതാണ് ഇതിനകത്തെ ഗോലി. പിടി വെക്കുമ്പോ ആ മോളിൽ കണ്ടാതില്ല, ആ ഇത് അതങ്ങ് അത് പോയി ആണ് കൊള്ളുന്നത്. ഇത് കണ്ടോ? ഇതുകൊണ്ട് ഇവിടെ കയറിയാൽ ഇവിടെ കയറുന്ന ഒരു ചെറിയ തുളയുള്ളൂ. പക്ഷെ മറുഭാഗം റൗണ്ടായിട്ട് താർന്നു. ഇതുവഴി തുളച്ചപ്പത്ത് പോകും. പിന്നെ അതാണ് അതിന്റെ ഈ പിസ്റ്റലിന്റെ പ്രത്യേകത. ഇതാരും ഗിഫ്റ്റ് ചെയ്തതാണോ? ഗിഫ്റ്റ് ഇത് സത്യത്തിൽ എൻ്റെ അമ്മായിപ്പൻ്റെയാണ്. ശ്രീധരൻ തന്നാണോ? അല്ല, പിന്നെ ഞാൻ എൻ്റെ വേറെ തോക്കായിരുന്നത് റിവോൾവറാണ്. അപ്പം അത് ഞാൻ കൊടുത്തിട്ട് അമ്മായിപ്പം പറഞ്ഞു എടുത്തോളാം, പുള്ളിയുടെ തന്നാ. ശരി. അമ്മായിപ്പൻ്റെ ഇത് അമ്മായിപ്പന് പണ്ട് പോലെ നോക്കൊണ്ട് എനിക്കറിയാം. ഞാൻ പുള്ളിയുടെ കാര്യം ഞാനെങ്ങനെ അന്വേഷിക്കും. പുള്ളി ബാങ്ക് പ്രസിഡന്റ്, അവിടുത്തെ വക്കീല് എല്ലാം കൂടെ ആയിരുന്നു. ആ പുള്ളി ചെക്കോസ്ലോവാക്യയുടെ തോക്കിരിപ്പുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് എന്നാൽ കുഞ്ഞുവെന്നെ വിളിക്കും. കുഞ്ഞു ഇത് എടുത്തോളാം പറഞ്ഞു എനിക്ക് തന്നതാ. എൻ്റെ വളരെ മുഴുത്തതാ. ഈ കുന്തം ചോന്ന ഇത് കൊണ്ടോ കാര്യം ഇത് കൊണ്ടോക്കാൻ അങ്ങനെ തന്ന. ഇതെപ്പോഴെങ്കിലും ആവശ്യത്തിനോ അനാവശ്യം ചുമ്മാ ഇത് കയ്യിലിരിക്കരുത്. ഇതൊന്ന് വർക്ക് ചെയ്യാൻ നോക്കണ്ടേ? അത് അങ്ങനെ പട്ടിക്കിട്ട് ഇതിലെ പട്ടിക്കിട്ട് കൊടുക്കും. പട്ടിക്കിട്ടോ? വേറൊന്നും ചെയ്യാ. പട്ടിക്ക് കൊള്ളൂ? ഞാൻ ഒരു പീക്കെന്നൊരു ശബ്ദം പോലും കേൾക്കാം, അന്നേരം ചത്തു വീഴും. ഭയങ്കര ഫോഴ്സായി. അല്ലാതെ ഇതിപ്പം കൈ തരിക്കുന്നു. അങ്ങനെ ധരിക്കാൻ പാടില്ല. അതൊരു പൊതുപ്രവർത്തനമായി എൻ്റെ കൈ ഒരിക്കലും ധരിക്കാൻ പാടില്ല. ഇത് എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം അതിന് എല്ലാവർക്കും അറിയാം ഞാൻ എടുക്കുന്നവനാണെന്ന്. അതുകൊണ്ട് എൻ്റെ അടുത്ത് എടുപ്പിക്കുക എല്ലാവരും. അത് മര്യാദയ്ക്ക് പെരുമാറുമ്പോൾ നമ്മളിതിന് ഇത് എടുക്കേണ്ടി വരും. ഒരുത്തരും എന്നോട് ഒരു റൗഡിക്കും പറയാറില്ല. ഇതുള്ളതുകൊണ്ടാണ് ഇത് അകത്തിരിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണോ? അല്ലെ തന്നെ എന്നോട് അങ്ങനെ പറയത്തില്ല. ഇതില്ലേലും പറയാൻ സാധ്യത കുറവാണ്. നാക്കിന് കുഴപ്പമില്ല. ഇതിനെക്കാട്ടിൽ മൂർച്ചയാണ് നാക്കിന് പറഞ്ഞാൽ. നാക്കിന് മൂർച്ച കൂടുതലാണ് ഇത് പറയാറുണ്ട്. അതെനിക്ക് ഈ വൃത്തികേട് കണ്ട ഭയങ്കര അരിശം വരും. ഇന്നലെ ഉണ്ടായ പറയാം, ഞാൻ ഇവിടുന്ന് കാർ ഓടിച്ചുകൊണ്ടൊന്നും ഇല്ലെന്ന്. ഞാൻ ചിലപ്പോൾ കാർ ഓടിച്ചുകൊണ്ട് പോകും, റെയറായിട്ടാണ്. അപ്പോൾ ഒരു ബസ് ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സിങ്ങനെ നിർത്തിയിട്ടിരിക്കുക. അപ്പം ഇങ്ങനെ ബസ്സേ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് വരുന്നു, ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ഇല്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഒരു ലോറിക്കാരൻ നേരെ കയറി വരിക. ഇത് ചെറിയ വണ്ടി മാറ്റിക്കോണമെന്ന് ഞാൻ ചേർത്തങ്ങ് നിർത്തി കൊടുത്തു. അവൻ്റെ കഴുപ്പ് തീർന്നു. അന്നേരം അവനിങ്ങനെ നോക്കിയപ്പോൾ ഞാനത് മനസ്സിലായി. ഞാൻ മാറ്റിയില്ല. അവിടെ എത്തി മുഴുവൻ ബ്ലോക്കായിട്ട് ഇവരെ നന്നാക്കിയിട്ടുള്ളത് പോലീസ് വന്നിട്ട് വിട്ടാന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോഴത്തേന് ബസ്സുകാരൻ ബസ്സുകാരൻ വേഗം വിട്ടു. അവൻ പുറകോട്ടെടുത്ത് മര്യാദയ്ക്ക് കൊണ്ടുപോയി. ഞാൻ പിന്നെ മിണ്ടാൻ പോകുന്നു. മര്യാദ പഠിപ്പിക്കണം അവനെയൊക്കെ. വണ്ടി ഓടിക്കും മലയാളിയെ പോലെ വൃത്തികെട്ട ഡ്രൈവിംഗ് നടത്തുന്ന ലോകത്തില്ല, അറിയില്ല. അത് എനിക്കത് ഭയങ്കര ഇപ്പം വ്യത്യാസം ഉണ്ടാവണ്ട. ഡ്രൈവിങ്ങിനോട് താല്പര്യമുണ്ടോ? ഡ്രൈവിംഗ് താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്ന കൊച്ചായിരുന്നു. അപ്പം ജീപ്പാണ്, പെട്രോൾ ജീപ്പാണല്ലോ. അതാണ് കൊണ്ടു നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു 525 ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, ഡീസലാ. അത് 10 കൊല്ലം കൊണ്ടുവന്നു കൊടുക്കാതെ. വേറെ കാറുണ്ട് കാര്യം, പക്ഷേ ഈ ജീപ്പ് കൊടുക്കലായിരുന്നു. അപ്പോൾ എന്നെ കാറെന്ന് ചോദിച്ചാൽ ഞാൻ MLA ആയിരിക്കും. പൂഞ്ഞാറ് നീളത്തിൽ മെയിൻ റോഡല്ലാതെ മറ്റേ ഒരു റോഡും ഇല്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന ടാർ യാത്ര റോഡായിരുന്നു. ഞാൻ റോഡൊക്കെ വഴക്കിയിട്ട് പിന്നെ ജീപ്പ് എന്ന് നിർത്തിയത് 96
2001 ഞാൻ ജീപ്പ് നിർത്തി കാറായി. കാരണം എൻ്റെ നീളമുള്ള ഏത് മൂലയിലും എനിക്ക് കാർ ഓടിച്ചില്ല, അതുപോലെ ആക്കി ഞാൻ. എന്നിട്ടാണ് ഞാൻ കാറാക്കിയത്. ഇപ്പം ഡ്രൈവർ ഉണ്ടല്ലോ? ഉണ്ട്. ഇപ്പൊ ഡ്രൈവർ ഉണ്ട്. ഡ്രൈവർ അന്നും ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കാം, ഈ വണ്ടി ഞാനിപ്പോ വണ്ടി ഓടിക്കുന്നില്ല, നിർത്തിയില്ല. പക്ഷേ ഇപ്പോൾ വണ്ടി ഓടിക്കും. ഡ്രൈവർ 80 മുതലുണ്ട്, 78 മുതലുണ്ട്. 78 മുതൽ ഡ്രൈവർ. ഇനിയിപ്പോ ഒരു ദിവസം വന്നില്ലെങ്കിലും ഞാനും പോകും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവർ വരട്ടുണ്ടെന്നേ, നമ്മുടെ പിള്ളേരാരെങ്കിലും. വണ്ടി ഭ്രാന്തുണ്ടോ? ഒരു ഭ്രാന്തും ഇല്ല. പക്ഷെ എനിക്ക് നല്ല വണ്ടി ഞാൻ ഉപയോഗിക്കാറില്ല. കാരണം ചുമ്മാ ഈ കൊച്ചു വണ്ടി ഉപയോഗിക്കാറ്. ഇന്നോവയോടാണ് പ്രണയം? ഇന്നോവയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് എല്ലാ വണ്ടിയും നോക്കിയാൽ ഇന്നോവയിലേക്ക് വന്നേ. അംബാസഡർ, ഫിയറ്റ് ഇതെല്ലാം നോക്കി. പിന്നെ എന്നെ വേറെ ഒരു വണ്ടിയുണ്ട്. പല വണ്ടി മേടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ഈ ഇന്നോവ. ഇന്നോവ ഇത് 10 കൊല്ലമായി. അതിന് മകനും ഇന്നോവ, അതും അത്ര പഴക്കം കാണും. ഞാനത് കാര്യം പറയാം. ഞങ്ങളിവിടെ വന്നപ്പോഴേക്കും ഷോൺ ചേട്ടന് സ്വന്തമായിട്ടാ വണ്ടി കഴുകിക്കൊണ്ടെന്ന്. ഞാൻ വിചാരിച്ചു, ഇതാരാ നിക്കറൊക്കെ തുണി ഇത് വണ്ടി കഴുകുന്നതെന്ന്. ചെന്ന് നോക്കിയപ്പോഴേക്കും പുള്ളി സ്വന്തമായിട്ടാണ് വണ്ടി കഴുകുന്നത്. അങ്ങനെ വേണം പിള്ളേരെ. തീർച്ചയായും മാതൃക മകനായിട്ട് വളർന്നു വരട്ടെ. അപ്പം ചില വണ്ടികളൊക്കെ പരസ്യം കാണുമല്ലോ, നല്ല സൂപ്പർ കാർ, അല്ലെങ്കിൽ ബെൻസ്, BM, ഓഡി, ഇതൊക്കെ കാണുമ്പോഴേക്കും ഇത് പറഞ്ഞ എടുത്താൽ കൊള്ളാം. ജീവിതത്തിൽ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. അതെന്താ? അതിൻ്റെ ആവശ്യമില്ല. ഈ ഇന്നോവയുടെ അത്ര നല്ലതല്ല അതൊന്നും. ബെൻസ് കയറി ഇരുന്നിട്ട് എൻ്റെ വണ്ടിയെ കയറിയിരിക്കുക. അപ്പോൾ അറിയാൻ വ്യത്യാസം. ടൊയോട്ട കമ്പനിക്കാരെ വീഡിയോ കൊണ്ടുപോകണ്ട. ഞാൻ പരസ്യമായിട്ട് എവിടെ വേണം പറയും. ഇന്നോവ കാറിൻ്റെ അത്രയും ഇപ്പം ഇന്നോവ ക്രിസ്റ്റ വന്നിട്ടുണ്ട്. അതിലും സുഖം ഈ ഇന്നോവയാണ്, പഴയ ഇന്നോവ. ഇത് പുറകിൽ ഇന്നോവ ക്രിസ്റ്റയിലുണ്ടല്ലോ, ഫ്രണ്ട് സീറ്റല്ല, ഒരു സീറ്റിൽ ഇരിക്കാൻ കൊള്ളില്ല, കുത്തല എടുക്കുകയും. ഇത് എവിടെ ഇരുന്നാലും തുല്യം. ആ ബാക്കിൽ 2 സീറ്റുണ്ട്. പിന്നെ ഏറ്റവും ബാക്കിലുണ്ട് 2 പേർക്ക് ഇരിക്കാം. 2, 4, 5 ദിവസമായിട്ട് പോകും. ഓക്കെ, അതാണ് ഈ വണ്ടിയിൽ ഏറ്റവും ദൂരെ പോയിട്ടുള്ളൊരു ദൂരയാത്ര അല്ലെങ്കിൽ ഒരു വിനോദയാത്ര ഉണ്ടോ കുടുംബക്കാരുമായിട്ട്? കുടുംബമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ഞാൻ പോയത്, ഇപ്പം ഞാനും ഭാര്യയും കൂടെ പോയത്. രാമൂരെല്ലാം പോയി ചെന്നു, ഞാനും ഭാര്യയും. ചിലപ്പോൾ എൻ്റെ അമ്മുക്കുട്ടിയെ കൊണ്ടുപോകും, ഷോൻ്റെ ഇളയ കൊച്ച്. അവളെ ഇന്നലെ കൊണ്ടുപോയിട്ട് അവൾ വന്നു. ഇന്നലെ അവളെ ഈ കരാട്ടയ്ക്ക് സമ്മാനം ഫസ്റ്റ് മേടിച്ചിരിക്കുക കോട്ടയം ജില്ല. ഒന്ന് നന്നായിക്കോട്ടെ. അപ്പോൾ അപ്പൻ കൊടുത്തോളൂ, ആയിക്കോട്ടെ. ഞാനും എൻ്റെ നമ്മളെ തന്നെ പോയി. മറ്റേ അവൾ പിടിക്കുക. സിനിമ കാണാറില്ല, വളരെ കുറച്ച് കാണാറുണ്ട്. കാണാറേ ഇല്ലെന്നേ. പിന്നെ ഈ ചുമ്മാ TV പിള്ളേരെ കണ്ടൊരുങ്ങി അവിടെ വർത്താനം പറഞ്ഞാൽ ചിലപ്പോൾ എന്നാണെന്ന് കാണും. അതും വളരെ അപൂർവം. എന്നാലും സിനിമ മേഖലയിലുള്ള ഒരുപാട് പേരുടെ ഒരുപാട് സൗഹൃദങ്ങൾ കാണും. ഒരുപാട് സൗഹൃദം. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയായ ഒരു ഏറ്റവും നല്ല നടൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മോഹൻലാലാണ്. നടനേ ഉള്ളൂ, ഒരു സംശയമില്ല. പിന്നെ ഒരു 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 ഇരുത്തം വന്ന ഒരു നടൻ മമ്മൂട്ടിയാണ്, സംശയം വേണം. പിന്നെ ഏത് റോളും കൈകാര്യം ചെയ്യാൻ മിടുക്കൻ നമ്മുടെ ദിലീപ്. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും അടുപ്പം സ്നേഹം തോന്നിയിട്ടുള്ള ദിലീപാണ്. ഒരു നടൻ എന്നതിൽ ഇപ്പം മറ്റേ അഭിപ്രായങ്ങളുണ്ട്, അത് സത്യം പറയട്ടെ. ശരി. പിന്നെ വളർന്നു വരുന്ന നടനാണ് നമ്മുടെ സിനിമാക്കാരത്തിയുടെ മകൻ എന്നാ പൃഥ്വിരാജ്. വളർന്നു വരുന്നുണ്ട് കേട്ടോ, ഭേദപ്പെട്ടവനാണ്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ എല്ലാവരും അറിയാം. പാട്ട് കേൾക്കാറുണ്ടല്ലോ? പാട്ട് ഇഷ്ടമാണ്. ആണ്. ഇപ്പൊ കൂടുതൽ കേൾക്കുന്നതാണോ അല്ലെങ്കിൽ മുമ്പ് കാലത്തൊക്കെ കേട്ടിരുന്ന പഴയ പാട്ടെന്ന് അർത്ഥവത്തായ പാട്ടല്ലേ? ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ കഥ എന്നാന്ന് മനസ്സിലാവും. എവർഗ്രീൻ സോങ്സിനോടാണ് താല്പര്യം. ഇപ്പോഴത്തെ സിനിമാ പാട്ടെന്ന് പറഞ്ഞാൽ നിന്നെ തണ്ടപ്പം ഞാനും തട്ടി, നിന്നെ കൊണ്ടു, നിന്നെ കണ്ടു, ഇവിടെ മാറിയ പാട്ട്. എനിക്കത് കേൾക്കുമ്പോൾ തലയിലങ്ങടെ പെരുത്ത് വരിക. പഴയ പാട്ടെന്ന് എല്ലാം അർത്ഥമുണ്ട്. വണ്ടിയിൽ പാട്ട് വെച്ചാണോ പോകുന്നത്? വണ്ടി പാട്ട് വെക്കാറില്ല ഞാൻ. എപ്പോഴാണ് ഇത് കേൾക്കുന്നത്? എപ്പോഴാ? അത് അങ്ങനെ തന്നെ, ചിലപ്പോൾ ഇരിക്കുമ്പോൾ കേൾക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ നിർബന്ധമില്ല, നിർബന്ധമൊന്നുമില്ല. പടം, സിനിമ എടുക്കുവാണെങ്കിൽ കാണാൻ ഇഷ്ടം ഇമോഷണൽ ആയിട്ടുള്ള പടങ്ങളാണോ അത് ആക്ഷൻ പടങ്ങളാണോ? ആക്ഷൻ പടങ്ങളാണ് ഇഷ്ടം. അതിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഒരു ഓലപ്പരയും തുണി പകുതി കൊടുത്ത ഒരു പെണ്ണും കരയുന്ന ഒരു കൊച്ചും മൂക്കളെ വലിപ്പിച്ച ഒരു കൊച്ചും, ഇത് ഈ സമൂഹത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുഃഖിക്കുക നമ്മളിത് കണ്ടിട്ട്. അപ്പം നമ്മളൊരു മനസ്സമാരുന്നോട് സിനിമാ തിയേറ്ററിലും ഇത് തന്നെ അവിടെ കാണിക്കുക, അടി കൊടുക്കാൻ തോന്നുന്നു അതിനായിട്ട്. ഇതിവിടെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ഇത് സമൂഹത്തിലുണ്ട്, നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അതിന് പരിഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്.
ആ ചിന്തയായിട്ട് ഒരു മനസ്സിന് സമാധാനത്തിനോട് സിനിമ കാണാൻ കയറി ചെല്ലുമ്പം ഈ കുന്തമാണ് കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര അരിശമാണ്. അടി കൊടുക്കുന്നത്, 2 അടിയും 2 ഇട്ടിയും 2 വെട്ടിയും. അടി കൊടുക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? നടൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എം ജി ആർ ആയിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പഴയ കാലത്തെ, അതായത് തേവരെ പഠിക്കുമ്പോൾ ഞാൻ ഈ സെക്കൻഡ് ഷോയ്ക്ക് പോകും, ഈ തമിഴ് പടത്തിന് പോകുള്ളായിരുന്നു. MGR, പിന്നെ MRR രാധ, ശിവാജി ഗണേശൻ, അവനെ എന്നാം താൻ ഗവനിക്കറായി എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സുഖമാണ് അത് കേൾക്കാൻ. പിന്നെ ജയശങ്കർ എന്നാ അത് മറന്നു, അത്ര കൊല്ലമായി. മലയാളത്തിൽ വരുമ്പോഴോ? മലയാളത്തിൽ എന്നാ ഞാൻ ഇവനാ നമ്മുടെ മോഹൻലാൽ തന്നെ ഇഷ്ടം. സുരേഷ് ഗോപി നല്ല ഇടിക്കാരനാണ്. സുരേഷ് ഗോപി എന്നാന്ന് സുരേഷ് ആ പൊക്കവും രാഷ്ട്രീയക്കാരനായിട്ട് മുന്നോട്ട് വന്ന് നന്നായിരിക്കുന്ന എൻ്റെ അഭിപ്രായം. ഒരു പൊതുപ്രവർത്തനം എന്നതിൽ ഇച്ചിരൂടെ ഒന്ന് എളിമയൊക്കെ കാണിക്കണം. പുള്ളി ഇപ്പോഴും സിനിമാക്കാരനായിട്ട് ഇങ്ങനെ പോകുന്നത് അത് വേണ്ട. പാർട്ടിക്കാരനാണ് ഉള്ളത് പറയാൻ മതി. ആരാണ് എനിക്ക് ഉള്ള പറഞ്ഞുള്ള പിന്തുണയൊക്കെ മതി. ഇച്ചിരൂടെ ഒന്ന് ഒരു തല എപ്പോഴും ഇങ്ങനെ പൊക്കി പിടിക്കണം നിർബന്ധമില്ല. താത്തിയൊക്കെ പിടിച്ച് പോയാൽ നമുക്ക് നല്ലൊരു പൊതുപ്രവർത്തനം കിട്ടും. കാരണം നല്ല മനസ്സാണ് അയാളെ. അത് എത്ര ആൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ 2 കേസ് എനിക്കറിയാം. ഒരു 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമായ ഒരു കുടുംബിനി ആത്മഹത്യയുടെ വക്കത്താന്ന് പറഞ്ഞ് കത്ത് അവരയച്ചു. അത് രൂപ അന്നേരം അയച്ചു കൊടുത്തു. പിന്നെ ഇവിടെ അടുത്താന്നേ 1 ലക്ഷത്തിൽ ചില്ലുവാനും. അത് പുള്ളി അന്നേരം ക്യാഷ് ബാങ്കിൽ അടച്ച രസീത് അയച്ചു കൊടുക്കുക. ഇതേത് രാഷ്ട്രീയക്കാരും ചെയ്യും? സത്യം. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഉള്ളത് അത് എത്രയോ ഉള്ളവന്മാരുണ്ട് ഈ നാട്ടിൽ, ഒരു ആരെയും ചെയ്യുന്നില്ലല്ലോ. സുരേഷ് ഗോപി അല്ലേ പലരും പറയുന്നത് കാശുള്ളതുകൊണ്ടാണ്. ഇതിലും കാശുള്ളവന്മാരുണ്ടല്ലോ ഈ കേരളത്തിൽ, ആരെയും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് മഹത്വമില്ലേ? അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. ഇമോഷണൽ ചോദ്യം ചോദിക്കാം. അതങ്ങനെ ആരും പുറത്തങ്ങനെ കാണിക്കാൻ പറ്റാത്ത ഇമോഷനാണ് കണ്ണീര്, കരച്ചില്. PC ജോർജ് കരയോ? ഞാൻ ജീവിതത്തിൽ കരയുമോന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് കരയായിരിക്കാം, പക്ഷെ പൊട്ടിപ്പോയി. അതല്ലാതെ അങ്ങനെ കരയാറില്ല. പിന്നെ വലിയ ദുഃഖമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വലിയ മനപ്രയാസം, കണ്ണീര് വരുന്ന പോലെ തോന്നും എനിക്ക്. വലിയ മനപ്രയാസം തോന്നും. ചില സീൻ ഞാൻ ഉദാഹരണമൊന്നും പറയുന്നില്ല, കാരണം പറഞ്ഞ എല്ലാം അറിയും. നല്ല മനപ്രയാസം തോന്നും. ചില പാവങ്ങളുടെ ജീവിതവും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിന് തളർച്ച ഉണ്ടാവും. മരണം എന്നാൽ എന്തായിട്ടാണ് PC ജോർജ് കൺസീവ് ചെയ്തത്? മരണം അനിവാര്യമായ ഒരു സത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനിച്ചാൽ മരിച്ചേ പറ്റൂ. പക്ഷേ ആ മരണം സ്വാഭാവിക മരണമായി തീരണം. ആരുടെയും കൈക്ക് ഇരയായി മരിക്കാൻ പാടില്ല. അത് ആ മരണം ദുഃഖകരമാണ്, പ്രതിഷേധാർഹമാണ്. അതുപോലെ തന്നെ മദ്യപിച്ച് മരിക്കാൻ പാടില്ല. അതും നമുക്ക് തർക്കമുള്ള വിഷയമാണ്. അതുകൊണ്ട് മരണം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടേ മതിയാവും. പക്ഷെ സ്വയം ആത്മഹത്യ ചെയ്യുകയും കള്ളുകുടിച്ച് മരിക്കുകയും പലവനെ കൈക്ക് കയറി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മരണത്തെ പേടിയുണ്ട്? ആര് പേടിക്കാൻ? എന്തിന്? എന്തെങ്കിലും മരിക്കണമെന്ന് എപ്പോഴാണ് മരിച്ചാലില്ല. ഞാനിപ്പോൾ മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഹാപ്പിയാണ്. ഐ ആം വെരി ഹാപ്പി. സത്യം പറയും. നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ വിഷമിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയത്തിൻ്റെ പടികൾ കയറാൻ വേണ്ടി ശ്രമിച്ച് വീഴു പോകുന്ന, അല്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുന്ന യുവാക്കൾക്ക് PC ജോർജിന് നൽകാൻ പറ്റുന്ന ഒരു മോട്ടിവേഷണൽ വാക്ക് എന്തായിരിക്കും? ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വലിയ പുളിങ്കൊമ്പ് മാത്രം കണ്ട് നടക്കാൻ പാടില്ല. ഒരു ടെസ്റ്റ് എഴുതാൻ പോയി, കിട്ടിയില്ല, ഉടനെ നിരാശ ബാധിച്ച് പെരക്കകത്ത് കയറി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. അടുത്ത ടെസ്റ്റ് എഴുതും. എഗെയിൻ ആൻഡ് എഗെയിൻ ഫൈറ്റ് ചെയ്യണം. ആ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി കളയാതെ ചെറുപ്പക്കാർ മുന്നോട്ട് പോകണം. പിന്നെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ജീവിത രീതിയൊന്നും ശരിയല്ല. ഒരു പകുതി എണ്ണം നമ്മുടെ ഈ ചരസിനും കഞ്ചാവിനും മദ്യത്തിനും അടിമകളാണ്. അത് പാടില്ല. അതിൽ നിന്ന് മോചനം മേടിക്കണം. പിന്നെ സന്തോഷത്തിന് ഒരു സ്മോളൊക്കെ അടിച്ചു, എനിക്ക് ഒരു എതിരുമില്ല. അതൊക്കെ ഒരു തമാശ. സ്ഥിരമായി ഇത് പോകാൻ പാടില്ല. അതുപോലെ നിരാശ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം പോലും പാടില്ല. ചെറുപ്പക്കാരെ പാടില്ല. തൻ്റെ ഇടപാട്ട് മുന്നോട്ട്, എന്തിനും എനിക്ക് അവസരമുണ്ട് ഇനി എന്ന് ചിന്തിച്ചു മുന്നോട്ട് പോകണം. ഇപ്പം കേരളത്തിന് ഗതി കണ്ടില്ലേ? ഈ നാണം കെട്ട ഭരണത്തിൻ്റെ ഗുണമാണ് ഇത്. പറയുന്ന രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ചെറുപ്പക്കാർ ഇതുപോലെ നാട് വിട്ടുപോയൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഒരു കുടുംബത്തിലും ആളില്ല. ഇവിടെ മുതൽ
ഈ ഈരാറ്റുപേട്ട ഇവിടെ മുതൽ പഴയ തൊമ്മൻ സാറുണ്ട്, പഴയ മന്ത്രി തൊമ്മൻ സാറിൻ്റെ വീട് നോക്കിയപ്പോൾ 20ഓളം വീടുകൾ ചുമ്മാ കൂടി കിടപ്പുണ്ട്, ഒരു മനുഷ്യനില്ല. എന്ത് ചെയ്യും? ആളിൽ എന്ത് ചെയ്യും? എല്ലാം നാട് വിട്ടു പോയി. ആ ഗതി ഇത് നമ്മുടെ ഒന്നാമത് ഭരണാധികാരികൾക്ക് തോന്നുന്നുണ്ടാണ് നമ്മുടെ ജനതയെ നമ്മൾ ഇവിടെ തന്നെ നിലനിർത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണം, ഇവിടെ നിലനിന്നാൽ ഇവിടെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതില്ലാത്തതുകൊണ്ടാണ് ജനം മുഴുവൻ നാട് വിട്ടു പോകുന്നത്. ആ സാഹചര്യം ഒഴിവാക്കിയെടുക്കേണ്ടത് ഭരണാധികാരികളും രാഷ്ട്രീയക്കാരുമാണ്. ഇപ്പോൾ സാർ പറഞ്ഞല്ലോ, ഇപ്പോൾ യുവാക്കളുടെ ജീവിതം അത്ര നല്ല രീതിയിലല്ല പോകുന്ന, മരുന്ന് ഉപയോഗം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ ഒരു യുവാവിൻ്റെ പ്രതിനിധി എന്ന് ഉള്ള രീതിയിൽ ഞാൻ സാറിനോട് കൗണ്ടർ ചോദ്യം ചോദിച്ചാൽ അതായത് ആയ കാലത്ത് അപ്പാപ്പന്മാരെല്ലാം നല്ല അടിച്ച് പൊളിച്ച് ലാവിഷായിട്ട് ജീവിച്ചിട്ട് വയസ്സാം കാലത്ത് ഉപദേശിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ സാറ് പിള്ളേരുടെ വിവരക്കേടെന്ന് കണക്കാക്കും? അത്ര പറയുന്നത് അതിന് കുറ്റം വേണ്ടതല്ല, പിള്ളേരങ്ങനെ വിവരക്കേട് പറയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പഴയ കാലമല്ലിത് അല്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് എത്ര ലക്ഷങ്ങൾ പൊളിച്ചാലും ഒരു കുഴപ്പം കുടുംബത്തിലുണ്ടാകില്ല. ഇപ്പം എൻ്റെ കാലമായപ്പോൾ ഞാനന്ന് ജീവിച്ച പോലെ പൊടിച്ചാൽ എൻ്റെ കുടുംബം കാണുന്നില്ല. ആ വ്യത്യാസം പിള്ളേർ പഠിക്കണം. ആ പിള്ളേർ ആ വ്യത്യാസം പഠിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. ബന്ധങ്ങൾക്ക് മൂല്യമില്ല എന്നാണ് സാർ പറഞ്ഞത്. ഒന്നുമില്ല, അതാണ് വ്യത്യാസം. ശ്രദ്ധിക്കണ്ടേ?